ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻഡേഴ്സൺസ് കെമിസ്ട്രി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ സോളിഡ് സ്റ്റേറ്റ് എന്ന +2 കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററിലുള്ള പാക്കിംഗ് എഫിഷ്യൻസി അതുപോലെ സെൽ ഡയമെൻഷൻസിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുവാൻ പോകുന്നത്. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ നോട്ടിഫിക്കേഷൻസ് ഓൾ എന്ന് കൊടുക്കുന്നതിലൂടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ നിർദ്ദേശിക്കാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് പാക്കിംഗ് എഫിഷ്യൻസിയെ പറ്റിയാണ്. പാക്കിംഗ് എഫിഷ്യൻസി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കും എന്ത് തന്നെയാണ്? പാക്കിംഗ് എഫിഷ്യൻസി. ഇനി വാട്ട് ഡു യു മീൻ ബൈ പാക്കിംഗ് എഫിഷ്യൻസി? പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് the percentage of total space filled by the particles. എന്താണ്? the percentage of total space filled by particles. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കുറെ നമ്മൾ ക്ലോസ് പാക്കിങ്ങിനെ പറ്റി പറഞ്ഞു. 1 dimensional ക്ലോസ് പാക്കിംഗ്, 2 dimensional ക്ലോസ് പാക്കിംഗ്, സ്ക്വയർ ക്ലോസ് പാക്കിംഗ്, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്, അതുപോലെ 3 dimensional ക്ലോസ് പാക്കിങ്ങിൽ നമുക്ക് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 3 dimension വരും. അതുപോലെ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് കിട്ടും. അതെല്ലാം നിങ്ങൾ കണ്ടതാണ്. കാണാത്ത സുഹൃത്തുക്കൾക്കായി ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അവിടെ നമ്മൾ കണ്ടത് ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിന് ഫേസ് സെന്റേർഡ് ക്യൂബിക് ആണ്. ഇനി പാക്കിംഗ് എഫിഷ്യൻസി നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ഫേസ് സെന്റേർഡ് ക്യൂബിക്, ബോഡി സെന്റേർഡ് ക്യൂബിക്, അതുപോലെ പ്രിമിറ്റീവ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ക്യൂബിക്. ഈ 3 ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പാക്കിംഗ് എഫിഷ്യൻസിയിൽ പറയുവാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് HCP ആൻഡ് CCP. HCP ആൻഡ് CCP അതായത് ഹെക്സാഗണൽ ക്ലോസ് പാക്കിങ്ങും ക്യൂബിക് ക്ലോസ് പാക്കിങ്ങും ഇവയുടെ പാക്കിംഗ് എഫിഷ്യൻസിയെ പറ്റിയാണ് നമ്മൾ ആദ്യം പറയുവാൻ പോകുന്നത്. ഇനി ഹെക്സാഗണൽ ക്ലോസ് പാക്കിംഗ് 3 dimensionലും അതുപോലെ ക്യൂബിക് ക്ലോസ് പാക്കിംഗും ഇവയുടെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് സെയിം ആണ്. ഇവയെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന രീതിയും സെയിം ആണ്. ഇനി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം CCP നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. എന്താണ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്? ഫേസ് സെന്റേർഡ് ക്യൂബിക് ആണ്. എന്താണ് ഫേസ് സെന്റേർഡ് ക്യൂബിക്? 8 കോർണേഴ്സിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇൻ അഡീഷൻ ടു ദാറ്റ് 6 ഫേസസിന്റെ സെന്ററിലും എന്തുണ്ട്? പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ഒരു യൂണിറ്റ് സെൽ ആദ്യം വരയ്ക്കാം. നോക്കിക്കോളൂ. ഇവിടെ ഞാൻ വരച്ചിരിക്കുന്ന ക്യൂബില് നമുക്ക് ABCD എന്ന് പറയുന്ന ഫേസിനെ പറ്റിയാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. എന്താണ്? നമ്മൾ ആദ്യം ഒരു ക്യൂബ് വരച്ചു. ഈ ക്യൂബില് 6 ഫേസസ് ഉണ്ട്. അതിൽ ABCD എന്ന് പറയുന്ന ഫേസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ABCD എന്ന് പറയുന്നത് ഒരു ഫേസ് ആണ്. ക്യൂബിന്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. അപ്പോൾ ABCD എന്ന് പറയുന്ന ഫേസിനെ മാത്രം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വരച്ച് കാണിക്കാം. ഓക്കെ, ദിസ് ഈസ് സൈഡ് A, ദിസ് ഈസ് B, ദിസ് ഈസ് C and this one is D. So ABCD. ഇനി ഫേസ് സെന്റർ എന്ന് പറയുമ്പോൾ സ്ക്വയറിന്റെ ഫേസിന്റെ സെന്ററിൽ ആര് വരും? ഒരു പാർട്ടിക്കിൾ വരും. ഓക്കെ, ഇനി 8 കോർണേഴ്സിൽ വരും. നമുക്ക് അവിടെ 2 ഓപ്പോസിറ്റ് കോർണേഴ്സിന്റെ മാത്രം എടുക്കാം. ഞാൻ ഈ A എന്ന് പറയുന്ന സെന്ററിലൂടെ പാസ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ സെന്റർ ഉണ്ടോ? അത് റേഡിയസ് പോലെ വരും. അതുപോലെ C എന്ന് പറയുന്ന പോയിന്റിലൂടെ പോയിന്റിലിരിക്കുന്ന പാർട്ടിക്കിൾ. ഓക്കെ, സെന്റർ C. ഇതാണ് നമ്മൾ ഇപ്പോൾ പരിശോധിക്കാൻ പോകുന്നത്. ഞാൻ AC എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയറിന്റെ ഡയഗണൽ ആണ്. ഇനി അക്കോർഡിംഗ് ടു പൈത്തഗോറസ് തിയറം, നമ്മൾ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ AC square which is equal to AB square plus BC square. Okay, AB square plus BC square. ഇനി
നമുക്ക് എ സിയുടെ ലെന്ത് അറിയില്ല, അത് ഡയഗണൽ ആണ്. സോ വി ആർ ടേക്കിംഗ് ആസ് ബി. സോ എ സി സ്ക്വയർ ബിക്കംസ് ബി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എ ബി എന്ന് പറയുന്ന സ്ക്വയറിന്റെ സൈഡ് ആണ് എന്ന് പറയുമ്പോൾ സൈഡ് എ, ഇതും എന്ത് തന്നെയാണ് അപ്പോൾ എ. സോ എ ബി എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സി എന്ന് പറയുന്നത് എ, അപ്പോൾ ബി സി സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് എന്ത് തന്നെയാണ് എ സ്ക്വയർ. സോ ബി സ്ക്വയർ is equal to a square plus a square, it becomes 2a square. From that we get b is equal to root 2a. എന്ത് കിട്ടി നമുക്ക്? b is equal to root 2a എന്ന് കിട്ടി. അതായത് ഈ ഡയഗണലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? root 2a. ഇത്ര സംശയമില്ലല്ലോ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്ജ് ലെങ്ത് ആൻഡ് റേഡിയസ്, പാർട്ടിക്കിളിന്റെ റേഡിയസും എഡ്ജ് ലെങ്ത് തമ്മിലുള്ള റിലേഷനാണ് പറയാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ എത്ര റേഡിയസ് ആണ് ഇത് ക്രോസ് ഓവർ ചെയ്യുന്നത്? എ എന്ന പോയിന്റിലുള്ള പാർട്ടിക്കിൾ, അവിടെ ഒരു റേഡിയസ് വന്നു ആർ. അതുപോലെ സി എന്ന പോയിന്റിൽ പാർട്ടിക്കിൾ വരുന്നുണ്ട്, അവിടെയും റേഡിയസ് എന്ത് തന്നെയാണ്? ആർ. അപ്പോൾ ആർ പ്ലസ് ആർ 2r ആയി തീരുന്നില്ല. സെന്ററിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അതിന്റെ ഡയമീറ്റർ ആണ്, അപ്പോൾ 2r. എന്താണ് 2r? സോ r plus 2r becomes 4r. സോ b എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 4r. 4r is equal to root 2a. Therefore r is equal to എന്ത് വരും? r is equal to root 2a by 4. root 2a by 4. ഇനി root 2 കൊണ്ട് നമുക്ക് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും r is equal to a by 2 root 2. a by 2 root 2 ഇങ്ങനെയും കിട്ടും. ഇതും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണ്. അപ്പോൾ എന്താണ്? r is equal to root 2a by 4 അല്ലെങ്കിൽ a by 2 root 2. നമുക്ക് ചെയ്ത് നോക്കാം. 4 എന്ന് പറയുന്നത് 2 into 2 ആണ്. ഓക്കെ, ഞാൻ ഇവിടെ എഴുതാം root 2a by 4 which is equal to 4 എന്ന് പറയുന്നത് 2 into 2 ആണ്. 2 into 2 മുകളിൽ ആരുണ്ട്? root 2 ഉണ്ട്. സോ root 2നെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ root 2 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ എന്ത് തന്നെയാണ്? a by 2 root 2. ശരി തന്നെയാണ്, സംശയമില്ലല്ലോ. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മളിപ്പോൾ ചെയ്തത് HCP ആൻഡ് CCP രണ്ടിനും എടുക്കുന്ന ഡെറിവേഷൻ ഒന്ന് തന്നെയാണ്. അവിടെ ഫേസ് സെന്റർഡ് ക്യൂബിക് ആണ്. ഫേസ് സെന്റർഡ് ക്യൂബിക്കിൽ 8 കോർണേഴ്സിലും പാർട്ടിക്കിൾസ് ഉണ്ട്, അതിന്റെ കൂടെ ഓരോ ഫേസിന്റെ സെന്ററിലും പാർട്ടിക്കിൾസ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് കിട്ടിയത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് r is equal to a by 2 root 2. നെക്സ്റ്റ് നമ്മൾ ചെയ്യുവാൻ പോകുന്നതാണ് പാക്കിംഗ് എഫിഷ്യൻസി. പാക്കിംഗ് എഫിഷ്യൻസി എന്താണ്? പാക്കിംഗ് എഫിഷ്യൻസി ഞാൻ പറഞ്ഞു, പെർസെന്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് ഫിൽഡ് ബൈ പാർട്ടിക്കിൾസ്. അപ്പോൾ പെർസെന്റേജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? സോ FCCയിൽ 4 പാർട്ടിക്കിൾസ് ആണുള്ളത്. 8 കോർണേഴ്സിൽ 1/8 വീതം 1 കിട്ടും. അതിന്റെ കൂടെ 6 ഫേസിന്റെ ഹാഫ് വരും. സോ 1 + 3 4. സോ 4 into പാർട്ടിക്കിൾസിന്റെ വോളിയം ആണ്. ഒരു പാർട്ടിക്കിളിന്റെ വോളിയം എത്ര വരും? 4/3 πr3. 4/3 πr3 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. ഇതെന്താണ്? മൊത്തം ക്യൂബ് ആണ്. ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത് a ക്യൂബ്. a എന്ന് പറയുന്നത് എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 root 2r എന്ന് വരും. സോ 2 root 2r the whole cube into 100 ചെയ്യുമ്പോൾ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ 4 into 4 16/3 πr³ divided by 2 cube 8 into root 2 cube 2 root 2. അവിടെയും r³ വരും. സോ r³ cancel into 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 74%.
74%. എന്താണ് ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിന്റെയും ഹെക്സാഗണൽ ക്ലോസ് പാക്കിങ്ങിന്റെയും പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 74%. നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. CCP and HCPയുടെ പാക്കിംഗ് എഫിഷ്യൻസി 74%. അതുപോലെ ഈ റിലേഷൻഷിപ്പ് പഠിക്കുക. FCC ആണെങ്കിൽ R is equal to A/2√2. R is equal to A/2√2. നിങ്ങൾക്ക് ഇത് മനസ്സിലായി വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തത് BCC, അതായത് ബോഡി സെന്റേർഡ് ക്യൂബിക്കിന്റെ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. BCC എന്ന് പറയുമ്പോൾ ബോഡി സെന്റേർഡ് ക്യൂബിക്, അതിന്റെ പ്രത്യേകത എന്താണ്? 8 കോർണേഴ്സിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. സോ കോൺട്രിബ്യൂഷൻ 1/8 ആണ്. 8 into 1/8 becomes 1. In addition to that, ബോഡിയുടെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ കൂടെ ഉണ്ട്. അത് ഹോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ 1 + 1 2 പാർട്ടിക്കിൾസ് ആണ് പെർ യൂണിറ്റ്സിൽ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ക്യൂബ് വരയ്ക്കാം. ഈ ക്യൂബിനെ വരയ്ക്കുമ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ഡയഗണലിന് ഒരു പ്രത്യേകതയുണ്ട്. അത് 3 ഡയമെൻഷണൽ ആയിട്ടാണ് വരുന്നത്. ഞാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിക്ചർ നമുക്ക് റെഡിയാണ്. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് 2 ട്രയാങ്കിൾസിന്റെ ഡയഗണൽ നമ്മൾ എടുക്കുകയാണ്. ആദ്യം നമ്മൾ എടുക്കുവാൻ പോകുന്നത് ക്യൂബാണ്. ഈ ക്യൂബില് 8 വെർട്ടക്സസ് ഉണ്ട്. 1 A B C D E F G H 3 ഡയമെൻഷണൽ ആണ്. ഇനി നമ്മൾ ആദ്യം പരിശോധിക്കുവാൻ പോകുന്നത് ട്രയാങ്കിൾ EFD. ട്രയാങ്കിൾ EFD. സൈഡ് ED എന്ന് പറയുന്നത് എഡ്ജ് ലെങ്ത് A തന്നെയാണ്. അതുപോലെ EF എന്ന് തന്നെയാണ് A. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? ED യും EF ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ 2 സൈഡുകളുടെയും ഡയഗണൽ ആണ് FD, അല്ലെങ്കിൽ ഞാൻ B എന്ന് നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ B² is equal to A² plus A². That becomes 2A². Therefore B is equal to √2A. √2A. ഇതെന്താണ് സൈഡ്? B എന്ന് പറയുന്നത് FD. FDയുടെ സൈഡ് എന്ന് പറയുന്നത് √2A. കിട്ടി. ഇത് കിട്ടിയത് എവിടെ നിന്നാണ്? ഫ്രം ട്രയാങ്കിൾ EFD. ഇനി ട്രയാങ്കിൾ AFD നമുക്ക് നോക്കാം. AFD ട്രയാങ്കിൾ AFD എന്ന് പറയുന്നത് AFD ഈ 3 സൈഡുകളും. അതില് AD എന്ന് പറയുന്നത് എന്താണ്? എഡ്ജ് ലെങ്ത് A തന്നെയാണ്. ഇനി B എന്ന് പറയുന്ന ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞു. C നമുക്ക് കണ്ടുപിടിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. B നമുക്ക് എന്ത് കിട്ടി? √2A എന്ന് കിട്ടി. അതൊരു സൈഡ്, A വേറൊരു സൈഡ്. സോ C² is equal to A² plus B². That is equal to A² plus B² എന്താണ്? 2A². That is 3A². Therefore C is equal to √3A. നമുക്ക് ഡയഗണലിന്റെ എഡ്ജ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞു. ഡയഗണലിന്റെ ലെങ്ത് എഡ്ജ് ലെങ്ത് അല്ല, ഡയഗണലിന്റെ ലെങ്ത് എത്രയാണ്? √3A. അടുത്ത നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? പാർട്ടിക്കിൾസ്. നമുക്ക് ഇവിടെ ഡയഗണൽ പാർട്ടിക്കിൾസ് ചെക്ക് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് A എന്ന് പറയുന്ന വെർട്ടെക്സിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഞാനത് വരയ്ക്കുകയാണ്. ഡയഗണൽ ഡോട്ടായിട്ട് വരയ്ക്കുകയാണ്. A എന്ന് പറയുന്ന പോയിന്റ് ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഇനി F എന്ന് പറയുന്ന പോയിന്റ് വേറെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഇനി ഇവയ്ക്ക് തമ്മിൽ ബോഡിയുടെ ഒത്ത സെന്റർ എന്തുണ്ട്? വേറെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ 3 പാർട്ടിക്കിൾ ഞാൻ C എന്ന് പറയുന്ന ഡയഗണലിൽ വരച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പാർട്ടിക്കിൾസിൽ റേഡിയസ് എത്ര ക്രോസ് ചെയ്തു നോക്കാം. 1 2 3 4 R ഉണ്ട്. സോ 4R is equal to ലെങ്ത് എത്രയാണ്? √3A. Therefore R is equal to √3A/4. ഇതാണ് ബോഡി സെന്റേർഡ് ക്യൂബിക്കിന്റെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്ജ് ലെങ്ത് ആൻഡ് റേഡിയസ്. ഇതും നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കുക. ഒരു പക്ഷേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ്? R is equal to √3A/4. നമുക്കിത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പാക്കിംഗ് എഫിഷ്യൻസി പഴയതുപോലെ കണ്ടുപിടിക്കണം.
പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ സ്പേസ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന സ്പിയേഴ്സിന്റെ വോളിയം ഡിവൈഡ് ബൈ ക്യൂബിന്റെ ടോട്ടൽ വോളിയം ദ ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ 100. അപ്പോൾ നമുക്ക് ആദ്യം സ്പേസ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന സ്പിയേഴ്സിന്റെ വോളിയം കണ്ടുപിടിക്കാം. ഫോർ BCC എന്ന് പറയുന്ന നമ്പർ ഓഫ് സ്പിയേഴ്സ് 2 ആണ്. 8 കോർണറിൽ നിന്ന് ഓരോന്ന് വീതം പിന്നെ സെന്ററിൽ നിന്ന്. സോ 1 + 1 2. സോ 2 into സ്പിയറിന്റെ വോളിയം 4/3 pi r cube. 4/3 pi r cube divided by താഴെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ക്യൂബ് ആണ്. സോ ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത് a ക്യൂബ് ആണ്. a നമുക്ക് ഇവിടെ എന്തെന്ന് കിട്ടും? a നമ്മൾ എടുക്കുമ്പോൾ a is equal to 4r/√3. 4/√3 r എന്ന് വരും. the whole cube, the whole into 100. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 68%. അപ്പോൾ BCC എന്ന് പറയുമ്പോൾ ബോഡി സെന്റർ ക്യൂബിക് എന്ന് പറയുമ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി പറഞ്ഞ 68% ആണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ R ആൻഡ് H ഉണ്ട്. R is equal to √3a/4. അപ്പോൾ മാക്സിമം എഫിഷ്യൻസി വരുന്നത് എവിടെയായിരുന്നു? നമ്മൾ ആദ്യം പറഞ്ഞ CCP ആൻഡ് HCP ലാണ്. അവിടെ 74 വരും. ഇത് BCC തീരുന്നില്ല. നമുക്കിനി ഒരു സിസ്റ്റം കൂടി നോക്കണം. അതായത് സിമ്പിൾ ക്യൂബിക്, അതായത് പ്രിമിറ്റീവ് ആയിട്ടുള്ള യൂണിറ്റ് സെല്ലിൽ വരുന്ന ഇതുപോലെ റിലേഷൻഷിപ്പും പാക്കിംഗ് എഫിഷ്യൻസി നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സിമ്പിൾ ക്യൂബിക് ആണ്. സിമ്പിൾ ക്യൂബിക് എന്ന് പറയുമ്പോൾ പ്രിമിറ്റീവ് ആയിട്ട്, അതായത് 8 കോർണേഴ്സിൽ മാത്രമായിരുന്നു സിമ്പിൾ ക്യൂബിക്. അവിടെ നമുക്ക് ജസ്റ്റ് ഒരു സൈഡ് മാത്രം വരച്ചാൽ മതി. ക്യൂബ് ഒന്നും വരയ്ക്കേണ്ട കാര്യമില്ല. ഒരു സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ 8 കോർണേഴ്സിൽ പാർട്ടിക്കിൾസ് വരും എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ ഷെയർ ചെയ്യും. അടുത്ത പാർട്ടിക്കിൾ ഇങ്ങനെ വരും, മൂന്നാമത്തത് ഇങ്ങനെ വരും, നാലാമത്തത് ഇങ്ങനെ വരും. 4 കോർണേഴ്സ്, 8 കോർണേഴ്സ് ആണ്. ഇത് സ്ക്വയർ ആണ്. ഒരു സൈഡ് അപ്പോൾ ഇങ്ങനെ വരും. അവിടെ 2r, ഇത് r, ഇത് r. സോ a is equal to r. a is equal to 2r. സോ r is equal to a/2. നമുക്കിത് ചെയ്യാൻ വീണ്ടും എങ്ങനെ ചെയ്യേണ്ടത്? നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ആദ്യം സ്പിയേഴ്സിന്റെ വോളിയം എന്ത് വരും? 4/3 pi r cube. അതിന് ഒരു സ്പിയറെ ടോട്ടൽ വരുന്നുള്ളൂ. സോ 4/3 pi r cube divided by total volume of the unit cell. എന്താണ് വോളിയം? a cube. a എന്ന് പറഞ്ഞാൽ 2r. സോ 2r the whole cube. The whole into 100. The whole into 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 52.4%. 52.4%. അപ്പോൾ ഇവിടെ നമുക്ക് സ്പേസ് കൂടുതലാണ്, അതായത് പാക്കിംഗ് എഫിഷ്യൻസി കുറവാണ്. BCC എന്ന് വന്നു. ആദ്യം പഠിച്ചത് CCP ആയിരുന്നു. CCP 74. ഞാൻ എഴുതി കാണിക്കാം. CCP 74%. BCC നമുക്ക് 68%. Then simple cubic SC and primitive becomes 52.4%. അപ്പോൾ മാക്സിമം പാക്കിംഗ് എഫിഷ്യൻസി വരുന്നത് എവിടെയാണ്? CCP അല്ലെ HCP. അതിൽ ഫേസ് സെന്റർ ക്യൂബിക് സിസ്റ്റം ആണ് രണ്ടും. അവിടെ നമുക്ക് മാക്സിമം പാക്കിംഗ് എഫിഷ്യൻസി വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ബോഡി സെന്റർ ക്യൂബിക് 68%. അതുപോലെ സിമ്പിൾ ക്യൂബിക് 52.4. നിങ്ങൾ ഇത് പഠിക്കുക. അതുപോലെ ഈ മൂന്നിന്റെയും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്ജ്, ലെങ്ത് ആൻഡ് റേഡിയസ് കൂടെ പഠിച്ചിരിക്കുക. അതും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത് പോകുന്ന സെൽ ഡയമെൻഷൻസിനെ പറ്റിയാണ്. അപ്പൊ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് യൂണിറ്റ് സെൽ ഡയമെൻഷൻസിന്റെ കാൽക്കുലേഷൻസിനെ പറ്റിയാണ്. അതിൽ കുറച്ച് പാരാമീറ്റേഴ്സ് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എ എന്താണ്, ബി എന്താണ്, സി എന്താണ്, അതുപോലെ ആൽഫ, ബീറ്റ, ഗാമ. നമുക്കിപ്പോൾ അതൊന്നും ആവശ്യമില്ല. ഇവിടെ യൂണിറ്റ് സെല്ലിന്റെ ലെങ്ത് മാത്രം മതി. നമ്മൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതിന്റെ എന്തിനു വേണ്ടിയിട്ടാണ്? ഡയമെൻഷൻസിന്റെ റിലേഷൻഷിപ്പ് ഒരെണ്ണം അറിയുമെങ്കിൽ ബാക്കി എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യമാണ്. അതിനായിട്ട് ആദ്യം വോളിയം എന്ന് പറയുന്നത്
എന്തായിരിക്കും? a ക്യൂബ്. സൈഡ് എഡ്ജ് ലെങ്ത് a എങ്കിൽ വോളിയം a ക്യൂബ്. അടുത്തത് മാസ്. ഒരു യൂണിറ്റ് സെല്ലാണ് പറയുന്നത്. യൂണിറ്റ് സെല്ലിന്റെ വോളിയം a ക്യൂബ്. മാസ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും? യൂണിറ്റ് സെല്ലിന്റെ മാസ് എന്ന് പറയുന്നത് യൂണിറ്റ് സെല്ലിൽ അടങ്ങിയിരിക്കുന്ന ആറ്റത്തിന്റെ ടോട്ടൽ മാസ് ആണ്. എന്ന് പറയുമ്പോൾ മാസ് ഓഫ് എ സിംഗിൾ ആറ്റം, മാസ് ഓഫ് a single atom into total number of atoms, into total number of atoms. എവിടെയാണ് ടോട്ടൽ നമ്പർ വരുന്നത്? ആ സെല്ലിനകത്ത് ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. ഇനി മാസ് ഓഫ് എ സിംഗിൾ ആറ്റം നമ്മൾ എടുക്കുന്നത് സ്മോൾ m, ഓക്കെ, സ്മോൾ m into total number of atoms we are taking is as z, ഓക്കെ. ഇനി m എന്ന് പറയുന്നത് ഇത് ഗിവൺ മാസ് അല്ലെങ്കിൽ നമുക്ക് എത്രയാണെന്ന് അറിയില്ല. ഇത് ഗിവൺ മാസ് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? മോളാർ മാസ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. സോ ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ Na. ഇത് ഇൻടു എന്ത് വരും? z. അപ്പോൾ നമുക്ക് മാസ് കിട്ടി. ഓക്കെ, ഇതെന്താണ്? ആദ്യം വോളിയം, ഇത് മാസ്. ഇനി വോളിയവും മാസ് നമ്മൾ റിലേഷൻ എന്താണ്? ഡെൻസിറ്റി. സോ ദ ഫൈനൽ വൺ ഈസ് ഡെൻസിറ്റി. ഡെൻസിറ്റി ഇൻ ജനറൽ നമ്മൾ എടുക്കുന്നത് റോ എന്നാണ്. നമ്മൾ ഇവിടെ d എന്ന് എടുക്കുന്നു. സോ d is equal to mass by volume. മാസ് എന്ന് പറയുന്നത് m divided by Na into z. ഇനി divided by volume താഴെ a ക്യൂബ്. എന്ത് വരും? Zm. താഴെ a ക്യൂബ് വരും. സോ Zm by a ക്യൂബ് Na. d is equal to Zm by a ക്യൂബ് Na. Zm by a ക്യൂബ് Na. ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. ഇതിലിപ്പോ എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റീസ് ഉണ്ട്? 1 2 3 4 5 5 ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഈ 5 തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. ഇതിൽ ഏതെങ്കിലും 4 നമുക്ക് അറിയാമെങ്കിൽ അഞ്ചാമത്തേത് കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പോൾ ഇത് d എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി ഓഫ് ദി യൂണിറ്റ് സെൽ. m എന്ന് പറയുന്നത് മോളാർ മാസ് ഓഫ് ദി ആറ്റം. z എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ അതാണ് z. ഇനി a ക്യൂബ് എന്ന് പറയുന്നത് വോളിയം, അതായത് എഡ്ജ് ലെങ്തിന് നമ്മൾ ക്യൂബ് എടുക്കുക. a ക്യൂബ് എടുക്കുമ്പോൾ നമുക്ക് വോളിയം കിട്ടും. Na എന്ന് പറയുന്നത് അവോഗാഡ്രോ നമ്പർ 6.022 into 10⁻23 per mole. അതാണ് അവോഗാഡ്രോ നമ്പർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാനം ഈ ചാപ്റ്ററിലെ കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തിയറി നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ പോർഷൻ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പാക്കിംഗ് എഫിഷ്യൻസി, അതുപോലെ കാൽക്കുലേഷൻസ് ഇൻവോൾവിംഗ് യൂണിറ്റ് സെൽ ഡയമെൻഷൻസ് എന്നീ 2 സെക്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ നോട്ടിഫിക്കേഷൻസ് ഓൾ എന്ന് കൊടുക്കുന്നതിലൂടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.